ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള പഠനമാണ് ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു 3 ഡേയ്സായി ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഒരു 12 മണിക്കൂർ ഡെയിലി പഠിക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ വീട്ടിലെ പണികളും പിള്ളേരെ കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഈ 12 മണിക്കൂർ കണ്ടെത്തുന്നത് എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. എന്നും നമുക്കൊരു കൃത്യമായൊരു ടൈം ടേബിൾ വെച്ചിട്ട് ഇരിക്കാൻ സാധിക്കില്ല. ഓരോ ദിവസത്തെയും സിറ്റുവേഷൻ വ്യത്യാസമായിരിക്കുമല്ലോ. അപ്പോൾ ഓരോ ദിവസം കിട്ടുന്ന ടൈം അനുസരിച്ചിട്ടാണ് നമ്മൾ ആ ടൈം കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇന്ന് എനിക്ക് ഏർലി മോർണിംഗ് ഇരിക്കാൻ പറ്റിയില്ല. ഇന്നലെ ലേറ്റായിട്ട് കിടന്നുകൊണ്ട് ഇന്നൊരു 6 മണിയായപ്പോൾ എഴുന്നേറ്റിട്ടുള്ളൂ. അപ്പോൾ എഴുന്നേറ്റ ഉടനെ തുടങ്ങി നമുക്ക് പണിയുണ്ടാവും. അങ്ങനെ വീട്ടിലെ കാര്യങ്ങളും ബ്രേക്ക്ഫാസ്റ്റും ക്ലീനിങ് സംഭവങ്ങളും എല്ലാ വീട്ടമ്മമാർക്കും ഉള്ള പോലെയുള്ള പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാനൊരു 11 മണിക്കാണ് ഇന്ന് പഠിക്കാനിരുന്നിരിക്കുന്നത്. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി മെത്തേഡാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം സിലബസ് മൊത്തം കവർ ചെയ്തെത്താന്ന് പറയുന്നത് ഒരു ടാസ്ക്കാണ്. മാത്രമല്ല അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് റിവൈസ് ചെയ്യാനുള്ള ടൈം കിട്ടിയെന്ന് വരില്ല. എന്നാൽ PYQ റെഫർ ചെയ്യുന്നതിനോടൊപ്പം അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കൂടെ പഠിച്ചു പോയി കഴിഞ്ഞാൽ ഒരുവിധം ഇമ്പോർട്ടൻ്റ് ഏരിയാസൊക്കെ നമുക്ക് കവർ ചെയ്ത് പോകാനും അത് റിവൈസ് ചെയ്ത് പോകാനായിട്ടും സാധിക്കും. ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു തുടങ്ങിയ പിന്നെ PYQ പഠിച്ചിട്ട് ഇനി കാര്യമില്ല എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഫാൽക്കൺ PSC എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലിൻ്റെ മാരത്തോൺ ക്ലാസ്സുകൾ കേട്ടു തുടങ്ങിയപ്പോഴാണ് PYQൻ്റെ ഇമ്പോർട്ടൻസ് ഇത്ര അധികം ഉണ്ടെന്ന് മനസ്സിലാക്കിയത്. കാരണം ആ സാറിൻ്റെ ക്ലാസ്സുകൾ കേട്ട് പോയാൽ തന്നെ നമുക്കൊരു അത്യാവശ്യം ഒരു പ്രിലിംസൊക്കെ ക്ലിയർ ചെയ്ത് വേറെ ഒന്നും പഠിച്ചില്ലെങ്കിലും ഒരു പ്രിലിംസൊക്കെ ക്ലിയർ ചെയ്ത് പോകാനുള്ള അത്രയും നോളജ് നമുക്ക് കിട്ടും. കാരണം ആ PYQ മാത്രം പറഞ്ഞു പോയല്ല, അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് കൂടെ അതിൽ പറയുന്നുണ്ട്. ഈ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ഒക്കെ സക്സസ് സ്റ്റോറീസ് കാണുമ്പോൾ നമുക്ക് അവരുടെ സ്റ്റഡി മെത്തേഡ് നോക്കുമ്പോൾ അറിയാൻ പറ്റും അവരും PYQന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിനായിട്ട് PSC ബുള്ളറ്റിനാണ് ഒട്ടുമിക്ക പേരും റെഫർ ചെയ്തിരിക്കുന്നത്. 11 മണിയായിട്ട് ടൈം. ഞാനിപ്പോൾ പഠിക്കാനിരിക്കാൻ പോവാണ്. നല്ല പണിയുണ്ടായിരുന്നു. രാവിലെ തുടങ്ങി. രാവിലെ ഇന്ന് ലേറ്റായി എല്ലാനും. അതുകൊണ്ട് ഇന്ന് നേരത്തെ രാവിലെ ഇരിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സാണ്. കറണ്ട് അഫയേഴ്സ് PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് ഞാൻ എഴുതിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒന്ന് റിവൈസ് ചെയ്യാണ്. കഴിഞ്ഞ ദിവസമൊക്കെ പഠിച്ചത് ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്യും. ഒരു 10 മിനിറ്റിനുള്ളിൽ ഒന്ന് ഓടിച്ച് വായിക്കും. അതാണ് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ 10 മിനിറ്റിനുള്ളിൽ നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ഫുള്ളൊന്നും റിവൈസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മാക്സിമം ആ 10 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് റിവൈസ് ചെയ്ത് പോവും. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഇതുപോലെ തന്നെ എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് ഒരു 10 മിനിറ്റ് ആ സബ്ജക്റ്റിൻ്റെ ഏത് സബ്ജക്റ്റാണോ പഠിക്കുന്നത് ആ സബ്ജക്റ്റിന് ഒരു 10 മിനിറ്റ് റിവൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഓരോന്ന് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരു 10 ക്വസ്റ്റ്യൻ റിവൈസ് ചെയ്ത് നിർത്തിയെങ്കിൽ അടുത്ത ദിവസം അടുത്ത 11ാമത്തെ തുടങ്ങിയിട്ട് അങ്ങനെ ഒരു ഓർഡറിൽ അല്ലാതെ നമുക്ക് കംപ്ലീറ്റ് റിവൈസ് ചെയ്തിട്ട് പിന്നെ അടുത്ത പുതിയ ടോപ്പിക്ക് തുടങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സമയം കിട്ടിയെന്ന് വരില്ല. ഒരു 25 കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ ഞാൻ PSC ബുള്ളറ്റിൽ നിന്ന് ഡെയിലി എഴുതിയെടുക്കും. ഞാനത് എഴുതുമ്പോൾ ഉറക്കെ വായിച്ചുകൊണ്ടാണ് എഴുതിയെടുക്കുക. അങ്ങനെ വായിച്ചുകൊണ്ട് എഴുതിയെടുക്കുന്നത് നമുക്ക് 2 തവണ പഠിക്കുന്നതിന് തുല്യമാണ്. പിന്നെ നമ്മളത് റിവൈസ് ചെയ്യുമ്പോഴും ഒന്ന് ഡെയിലി പിറ്റേ ദിവസം വായിക്കുമല്ലോ. അപ്പോൾ നമുക്കത് മെമ്മറിയിൽ നിൽക്കും. ഈ പ്രീവിയസ് ഇയറിലെ ഇംഗ്ലീഷ് ഞാൻ ഒരു 20 എണ്ണം വെച്ച് അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 20 ക്വസ്റ്റ്യനാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ഡിഗ്രി ലെവൽ ആണ് ഇനി എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഡിഗ്രി ലെവലിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ 20 ഇംഗ്ലീഷ് ഞാൻ ഡെയിലി പഠിക്കാറുണ്ട്. അത് എഴുതിയെടുക്കും. എന്നിട്ട് അത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും ഓരോ ദിവസവും. അതുപോലെ തന്നെ ഞാൻ മാത്സും ചെയ്യാറുണ്ട്. ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൽ 20 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കും. അത് പഠിക്കും. പിന്നെ 20 മാത്സ് ക്വസ്റ്റ്യൻ ഉണ്ടാവുമല്ലോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ഡിഗ്രി ലെവലിന് വേണ്ടിയിട്ടായതുകൊണ്ട് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അതിൽ 20 മാത്സ് ക്വസ്റ്റ്യൻ ഡെയിലി ചെയ്യും. അപ്പോൾ എല്ലാം നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ഞാൻ അത് റെഫർ ചെയ്യുന്നത് ഒരു യൂട്യൂബ് ചാനലാണ് മാത്സ് കിട്ടാത്ത പ്രോബ്ലംസ് നോക്കാൻ വേണ്ടിയിട്ട്. ISO മാത്സ് അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബ് ചാനലിലാണ്. അതിൽ വളരെ നന്നായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഓരോ പ്രോബ്ലം ഭയങ്കര ടഫാണ് നമുക്ക് ഡിഗ്രി ലെവൽ വരുന്നത്. പെട്ടെന്ന് അതിൻ്റെ കോൺസെപ്റ്റ് ഒന്നും മനസ്സിലാവില്ല, എങ്ങനെ ചെയ്യേണ്ടതെന്നൊന്നും ഒരു ഐഡിയ കിട്ടില്ല. അപ്പോൾ ഡെയിലി നമ്മൾ PYQൻ്റെ മാത്സ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സാമിന് കുറച്ചുകൂടി ഈസി ആയിരിക്കുള്ളൂ. പ്രോബ്ലമൊക്കെ കാണുമ്പോൾ അതിൻ്റെ കോൺസെപ്റ്റ് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ടും സ്പീഡായിട്ട് ചെയ്യാനായിട്ടൊക്കെ പറ്റും.
അതുപോലെ തന്നെ മലയാളം ഒരു 10 ക്വസ്റ്റ്യൻസ് മലയാളം ഉണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതും ഡെയിലി ഞാൻ നോക്കാറുണ്ട്. അത് എഴുതിയെടുക്കും, ആ ക്വസ്റ്റ്യൻസ് എഴുതിയെടുക്കും, എന്നിട്ട് അത് പഠിക്കും. അപ്പോൾ അത് നമുക്ക് പിറ്റേ ദിവസം റിവൈസ് ചെയ്ത് പോവാം. വളരെ എളുപ്പമായിരിക്കുള്ളൂ. ഒരു 10 ക്വസ്റ്റ്യൻ വെച്ച് ഡെയിലി എന്ന് പറയുമ്പോൾ ഭയങ്കര ഈസി ആയിരിക്കുള്ളൂ. ഒരു 5 മിനിറ്റ് വേണ്ട അതൊന്ന് വായിച്ച് നോക്കാനായിട്ട്. നോർമൽ ഡേയ്സിൽ ഇതാണ് എൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്. രാവിലെ 10 മണിക്കിരിക്കും, മിക്കവാറും 10 മണിക്കിരിക്കും. 11 മണി എന്ന് പറയുന്നത് ചില ദിവസങ്ങളിൽ നമ്മളിതുപോലെ ലേറ്റ് ആകുമ്പോഴാണ്. അപ്പോൾ 10 മണിക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ഈവനിങ് 5 മണി വരെ പഠിക്കാനിരിക്കും. ഇടയിലൊരു 2 മണിക്ക് ലഞ്ച് ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ 3 മണിക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ എല്ലാ ദിവസവും ഇതുപോലെ ആയിരിക്കണം എന്നില്ല. ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഡെയിലി ടൈം ടേബിൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷേ എങ്ങനെ പോയാലും ഒരു 12 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമ്മളത് ഒന്നില്ലെങ്കിൽ രാവിലെയോ വൈകിട്ടോ രാത്രിയോ ഒക്കെ ആയിട്ട് ഏതാണ് നമുക്ക് കിട്ടുന്ന ടൈമിനനുസരിച്ചിട്ട് അതിനനുസരിച്ച് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു 12 മണിക്കൂർ കറക്റ്റായിട്ട് തന്നെ ഡെയിലി പഠിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്.